ദിലീപ് മേനോൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ മുഖ്യ കഥാപാത്രമായി എത്തുന്ന പുത്തൻ സിനിമയുടെ വിശേഷമാണ് ഈ എപ്പിസോഡിൽ. വിനീത്, ഈ സിനിമയുടെ പേര് പല മത്സരങ്ങളും വെച്ചിട്ട് ഈ സിനിമയുടെ ഒരു 5 പ്രാവശ്യം പറഞ്ഞങ്ങ് തുടങ്ങാം. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് ചേട്ടൻ അല്ല, പറയുന്നത്. ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും. ഞാൻ പറയുന്നതായിരിക്കും ഏറ്റവും കറക്റ്റ്. ഓക്കെ. സിനിമയുടെ പേര് ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ. സമ്മതിച്ചു. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയത്? വളരെ അവിചാരിതമായിട്ട് എത്തിയതാണ്. നമ്മൾ ഈ ഒരു പേരിടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഒരു നല്ല പേരിടണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളതിൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനും ശരത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ശരത്തും കൂടെ ഒരുപാട് പേരുകൾ ഇങ്ങനെ പറഞ്ഞു വന്ന് അവസാനം നമ്മൾ മടുത്തു, സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മളൊരു സമയത്ത് നമ്മളിതങ്ങ് നിർത്തി വെച്ചു. എന്നിട്ട് ശരത്തിനോട് എഴുതൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന്, അറിയില്ല എങ്ങനെ ചിന്തയിലേക്ക് ഇങ്ങനെ ഒരു പേര് വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ പേര് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതെ, അല്ല വിനീത്, ഈ പേര് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അല്ല, ഈ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ശ്രദ്ധിക്കുന്നൊരു പേരുണ്ടാകുന്ന സമയത്ത് സിനിമ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ സിനിമയുടെ പേര് ആളുകളിലേക്ക് എത്താൻ ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ദിലീപ് എൻ്റെ അടുത്ത് പേര് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇത് കേട്ട എല്ലാവരുടെയും ഫസ്റ്റ് റിയാക്ഷൻ ഒരു വലിയ ചിരിയായിരിക്കും. ഞാനും അത് തന്നെയായിരുന്നു. എന്നോട് പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരൊറ്റ ചിരിയങ്ങ് ചിരിച്ചു. നമുക്കുള്ളിൽ നിന്ന് വന്നൊരു ചിരിയാണത്. അപ്പോൾ പറഞ്ഞു മതി, ഇത് മതി, വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായി അല്ലേ? അതെ. സഞ്ജിത്, ആ പേരെന്ന് പറഞ്ഞേ. ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലൽ, ആന അലറലോടലറൽ. നോക്കി എന്തിനാ ഇങ്ങനെ കാണിച്ചത്? ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ. തസ്നീം പഠിച്ചിട്ട് തന്നെ വന്നേക്കണം കേട്ടോ. ഇതെവിടെ പോയാലും ഈ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി തന്നെ എത്തിയിരിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയുണ്ട് ഈ ചിത്രം? ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ടാവുന്നൊരു സിനിമയായിരിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുണ്ട്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് ഭയങ്കര റെലവൻ്റായിട്ട് ആളുകൾക്ക് ഭയങ്കര കാലിക പ്രസക്തിയുള്ളൊരു സിനിമയായിട്ട് ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. അത് ആ രീതിയിൽ തന്നെ ജനങ്ങളിൽ എത്തുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഹ്യൂമറിലൂടെയാണ് ഫുൾ സിനിമയുടെ കഥ ദിലീപ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സിനിമയുടെ ഒരു ചിത്രീകരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, പാലക്കാട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഇത്രയും എന്താ പറയുക, പാലക്കാട് എന്ന് പറയുന്നത് ഷൊർണൂർ, പാലക്കാടൊക്കെ പോയിട്ട് നമ്മൾ നല്ല ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള. പക്ഷേ ഇത് ഒരു വലിയ ക്യാൻവാസിലാണ് ദിലീപ് എടുത്തിട്ടുള്ളത്. ഓരോ സീൻ ഷൂട്ട് ചെയ്യുന്നതിലും ഉപയോഗിച്ച ഫെസിലിറ്റീസ് ആണെങ്കിലും അതിൻ്റെ റിസൾട്ടിലാണെങ്കിലും ഒക്കെ ഒരു ഗ്രാൻഡിയർ ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആളുകൾക്കൊരു രസം തോന്നുന്നൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ആനയാണല്ലോ സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ആനയുടെ വലിപ്പത്തിലാണ് ദിലീപ് ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിൽ അച്ചൂട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അച്ചൂട്ടിയാണ് നമ്മുടെ പടത്തിലെ ആനയുടെ ഒന്നാം പാപ്പാൻ. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ചെയ്യേണ്ടി വന്നു. അതേട്ടൊരു പ്രോജക്റ്റിന് വേണ്ടി അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയതല്ലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വിനീതനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ട്രെയിനിങ്ങിനൊക്കെ പോയോ? കുറച്ച് നാൾ പോയി നിന്നായിരുന്നു. നന്ദലത്ത് അർജുനൻ എന്നാണ് നമ്മുടെ ആനയുടെ പേര്. പുള്ളിയുടെ ഒന്നാം പാപ്പൻ രാജേട്ടനായിരുന്നു എൻ്റെ ഒരു ആശാൻ. ഒരു 7-8 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പണി പഠിച്ചു കുറച്ചൊക്കെ. ഇനിയിപ്പം ഇതില്ലെങ്കിലും ജീവിക്കാൻ, സിനിമയില്ലെങ്കിലും ആന പണി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഇതായല്ലേ? ഈ ഒരു സിനിമയുടെ വേറൊരു തൊഴിൽ കണ്ടെത്തി. വിശാഖിൻ്റെ ക്യാരക്ടർ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയയിൽ സ്കോർ ചെയ്തിട്ടുള്ള അതാണ് സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു റോള് ആണ് വിശാഖിൻ്റെ. അതെ. തസ്നീത്താണ് എനിക്ക് തോന്നുന്നു. തസ്നീ ഖാൻ വളരെ പ്രായം ചെന്നൊരു കഥാപാത്രം, ജീവിതത്തിൽ ഇത്രയും നാളും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രം അല്ലേ? എങ്ങനെ തോന്നുന്നു തസ്നീ ഖാൻ ഈ സിനിമ? എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം ഒരുപാട് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള കോമഡി റോളും ക്യാരക്ടർ റോളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഇതൊരു ഇരട്ടി മധുരമാണ് ഈ പടം. ഇനിയൊക്കെ തീരുമാനിക്കുന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും പാത പിന്തുടരണം?
ഇല്ല, എൻ്റെ വല്യമ്മനൊക്കെ എനിക്ക് ഓർത്തു അപ്പം ഞാൻ, കാരണം ഞങ്ങൾ ശരിക്കും പ്രോപ്പർ കോഴിക്കോട്ടുകാരാണ്. അപ്പം ആ ഡ്രസ്സിലാണ് എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഈ ഡ്രസ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നതും അവർ മുറുക്കുന്നതും അവർ സംസാരിക്കുന്നതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. പിന്നെ ഞാൻ ഈ മിമിക്രി രംഗത്ത് വന്നപ്പോൾ തന്നെ ഈ ഉമ്മുമ്മയായിട്ടും ഒക്കെ വയസ്സ് ക്യാരക്ടർ ഒരുപാട് ചെയ്തിട്ടുണ്ട് മിമിക്രിക്കാരുടെ കൂടെ, പാരഡി സോങ്സിലൊക്കെ ദിലീപ് നാദിഷ അവരുടെയൊക്കെ കൂടെ. അപ്പം അത് ചെയ്താലും അതൊക്കെ പാരഡി സോങ്ങിൽ ചെയ്തതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടും അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ സിനിമാല പോലത്തെ പ്രോഗ്രാംസ്, അപ്പോൾ അതൊക്കെ എനിക്കൊരു ശരിക്കും ഒരു ക്ലാസ്സാണ്. മാമുക്ക ഉണ്ടായിരുന്നു സെറ്റിൽ. മാമുക്ക ചേച്ചിയും ഞാനുമായിട്ട് ഒക്കെ കുറേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പം മാമുക്കയുടെ അടുത്ത് ഒരുപാട് ചോദിക്കും. മാമുക്ക ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ചേച്ചി. മൊത്തം ലയിച്ച് ചേർന്ന് ഒരു അഭിനയമായിരുന്നു. ഫൈനൽ സിനിമ നമ്മൾ കണ്ടപ്പോഴും നമുക്കങ്ങനെ തെസ്നി ചേച്ചീനെ കാണാൻ പറ്റൂല ശരിക്ക്. നമുക്കറിയാലോ തെസ്നി ചേച്ചീനെ നമ്മൾ കുറേ നാളായിട്ട് കാണുന്നുണ്ടല്ലോ, ആ ക്യാരക്ടറായിട്ട് തന്നെ തോന്നുള്ളൂ, വേറൊരാൾ നിൽക്കുന്ന പോലെ തോന്നും. ഇന്നിപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് തെസ്നി ചേച്ചി എന്നുള്ളത് നമുക്ക് കത്തിയില്ല. എനിക്കും തോന്നി, വിശാഖനും തോന്നിയത്. കാരണം ഞങ്ങളെപ്പോഴും ഇപ്പം ചേച്ചി നമ്മളെല്ലാവരും ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് ചേച്ചി എത്തും. കാരണം ചേച്ചിക്ക് ആ മേക്കപ്പ് ചെയ്യണമല്ലോ, അപ്പോൾ നര വേണം, ചുളിവുകൾ വേണം. അപ്പോൾ പ്രായം ചെന്ന ലുക്കിലേക്ക് മാറുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പ് ചേച്ചി വരും. അപ്പോൾ ഞങ്ങൾ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ചേച്ചീനെ കാണുന്നത് ഇങ്ങനെയാണ്. വിനീത് കുറേ സിനിമകൾ അഭിനയിച്ചു. ഈ ഇടയ്ക്ക് ഏറ്റവും ഹിറ്റായ ദിലീപ് ഒരു പാട്ട്, കേരളം മലയാളികൾ എവിടെയെങ്കിലും ലോകത്തെല്ലാം മലയാളികൾ ഏറ്റെടുത്തൊരു പാട്ടാണ് ലാലേട്ടൻ്റെ പടത്തിൽ. ആ പാട്ട് പാടിയപ്പോഴുള്ള സംതൃപ്തി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ പാട്ട് പാടിയും സംതൃപ്തിയാണ്. ഈ ഒരു പാട്ട് ഇപ്പോൾ എവിടെ മലയാളി ഉണ്ടെങ്കിലും ഒരു ഡാൻസ് ഉണ്ടാവുന്നൊരു പാട്ടാണ് അല്ലേ? ആ പാട്ട് പാടിയ സംതൃപ്തി എങ്ങനെയുണ്ട്? അത് ഒരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഷാൻ എൻ്റെ അടുത്ത് ഈ പാട്ട് അയച്ചു തന്നിട്ട് പാടണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു, തിരക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. എനിക്ക് കുഞ്ഞ് ജനിച്ച സമയമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നീ നോക്കിക്കോ, കാരണം എനിക്കിപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിലൊന്നും എനിക്ക് ഒരു വർക്കിന് വേണ്ടിയിട്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഇതിലാണ് എന്നൊക്കെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല നീ തന്നെ വന്ന് പാടണം, ഇത് നീ ഒരാഴ്ച കഴിഞ്ഞാലും ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത്രയും ടൈമൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ അങ്ങനെ ഈ പാട്ട് എനിക്ക് മിസ്സായിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു രീതിയിലുള്ളൊരു റീച്ച് വേറൊരു പാട്ടിനും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും മനസ്സിലായിട്ടില്ല, അവനും മനസ്സിലായിട്ടില്ല ഇതുവരെ. പാട്ട് നന്നായിരിക്കും, പാട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളത് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ലോകം മുഴുവനുള്ള ആൾക്കാരിലേക്ക് അത് റീച്ച് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഇപ്പോഴും ഏത് പ്രോഗ്രാമിന് പോയാലും ഈ പാട്ടുണ്ട്. ഒരു ഡാൻസ് ഉള്ളൂ സ്റ്റേജിലുണ്ടായിരുന്നു. അതെ, നമുക്കൊരു 2 ലൈൻ ആ പാട്ടൊന്ന് കേട്ടാൽ. ഈ വീടൊരു ചാകരയും വേലകളിയും ഒത്തുവന്നപ്പോൾ ചിലരുടെ തോർത്തുകീറിപ്പോയ കാര്യമോർത്തു പോകവേ അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട സദചര സേനാപതി വീര പടുകാമലോലുവ എൻ്റെ അമ്മയുടെ ജിമുക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടോണ്ടു പോയേ എൻ്റെ അപ്പൻ്റെ ബ്രാണ്ടിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ എൻ്റെ അമ്മയുടെ ജിമുക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടോണ്ടു പോയേ എൻ്റെ അപ്പൻ്റെ ബ്രാണ്ടിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ ലല്ലല്ലാ ലാ 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 ലാ. വളരെ വ്യത്യസ്തമായി പാട്ടന്ന് പാടാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള ചിന്ത കറക്റ്റായിരുന്നു അല്ലേ? ആ ചിന്തിച്ചത് അല്ല, അത് ശരിക്ക് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. അത് കുറേ ചിത്രങ്ങൾ അഭിനയിച്ച് ഇത്രയും നല്ലൊരു ക്യാരക്ടർ വിനീത് പറയുമ്പോൾ തന്നെ വിനീത് ആദ്യം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. എന്താ ആദ്യം തോന്നി മനസ്സിൽ? അയ്യോ, ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഒരു നോൻപ് മാസമായിരുന്നു ഞങ്ങളുടെ റംലാൻ മാസം. ഞാൻ നോമ്പൊക്കെ പിടിച്ച് നോമ്പ് തുറന്ന് മഹ്രിബ് എന്ന് പറയുന്ന നിസ്കാരമുണ്ട് ഞങ്ങൾക്ക് സന്ധ്യക്ക്. മഹ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം ഫോൺ വന്ന് നോക്കിയപ്പം വിനീത് ശ്രീനിവാസൻ എന്ന് കണ്ട്. അപ്പം ഞാൻ നെട്ടിപ്പോയി. വിനീത് എന്താ വിളിക്കുന്നതെന്ന് വിചാരിച്ചു. വേഗം ഫോൺ എടുത്ത് എന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതല്ല, ഞാൻ അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ചേച്ചിക്ക് അപ്പം ഡയറക്ടർ വിളിക്കും, ഡയറക്ടർക്ക് ചേച്ചിനെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യം ഞാനൊന്ന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് പേടിയായി. കാരണം ഈ ഇടയായിട്ട് ഈ ട്രിവാൻഡ്രം ലോഡ്ജും ബ്യൂട്ടിഫുള്ളൊക്കെ അങ്ങ് ഹിറ്റായപ്പം
അതുമാതിരിയുള്ള ടച്ചുള്ള കഥാപാത്രങ്ങളൊക്കെ കുറച്ച് കിട്ടിത്തുടങ്ങി. അപ്പം തന്നെ ചിലവർ പറയാൻ തുടങ്ങി, ഓ ഇനി അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട, പക്ഷെ നമ്മൾ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നതിലും ഭേദം ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ പോയി ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റോളുകൾ, പക്ഷേ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല അതൊന്നും ചെയ്തെന്നില്ല. പക്ഷെ ചില ആൾക്കാരിൽ നിന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം എനിക്ക് പേടിയായപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ, എന്താ ചേച്ചി എന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് പോലത്തെ ക്യാരക്ടറാക്കി, പിന്നെ വേലക്കാരി, ഇതും ഞാനില്ല. അല്ലാതെ ഒരു സീനാണെങ്കിലും ഞാൻ വന്ന് അഭിനയിച്ചോളാം. അയ്യോ ചേച്ചി ഈ പടം അങ്ങനത്തെ ഒന്നുമല്ല, ചേച്ചീൻ്റെ ഡയറക്ടർ കുടുംബ സിനിമയാണ്. ചേച്ചീനെ ഡയറക്റ്റ് വിളിക്കും എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി പഠിച്ചവനോട് പ്രാർത്ഥിച്ചു, എൻ്റെ റബ്ബേ എന്താണ്. അപ്പോഴാണ് പിന്നെ ദിലീപ് സാറ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണത്. ശരിക്കും നെട്ടിപ്പോയി ഞാൻ, ഈ റോൾ എനിക്കാന്ന് പറഞ്ഞപ്പോൾ. ശരിക്കും ഒരു വിനീതിന്റെ ഒരു മനസ്സാണ് സത്യം. ദൈവം അല്ല അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ ക്യാരക്ടറിന്, ഇപ്പോൾ ദിലീപിൻ്റെയും പ്രശ്നം അതായിരുന്നു, ഈ ക്യാരക്ടറിന് പറ്റിയൊരാൾ നമുക്കില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുകുമാരി ചേച്ചീനെ പോലെയുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മൾ ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഈ ക്യാരക്ടറിന് ഒരാളില്ല. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞേ ഉള്ളൂ, അത് ദിലീപിന്റെ ഡിസിഷനാണ്. ഇവിടെ എന്റെ പ്രാർത്ഥനയും ഇപ്പത്തെ സൈഡേ ഇവര് ഡിസ്കസ് നടക്കുമ്പോൾ എന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞൊരു വാചകം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഞാൻ വിളിച്ച് ചേച്ചിയോട് സംസാരിച്ചു, എൻ്റെ ക്യാരക്ടറൊക്കെ പറഞ്ഞു. ചേച്ചി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്താ ദൈവമേ ശാന്തയിൽ നിന്നും ലീലയിൽ നിന്നൊക്കെ എനിക്കൊരു മോചനാണ്. അത് ഭയങ്കര ഒരു വാക്കായിരുന്നു അല്ലേ. പക്ഷെ നമുക്ക് ഒരു ആക്ട്രസ് എന്ന നിലയിൽ എനിക്ക് ഒരു ഡയറക്ടർ വിളിക്കും, നല്ലൊരു പടത്തിൽ വിളിക്കുമ്പം ഒരു സീനാണെങ്കിലും നമ്മുടെ ജോലി അതാണ്. അപ്പോൾ ഒന്നും നോക്കാറില്ല, ശരി പോയി ചെയ്യുന്നു വരുന്നു. പക്ഷെ നമുക്ക് മനസ്സിനോട് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു റോള് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ വിചാരിച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ ഇപ്പം ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ എനിക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, കിട്ടും എന്നറിയായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട്, ഒരു ഫിലോമിന ചേച്ചീൻ്റെ പ്രായമൊക്കെ എനിക്ക് ആയുസൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഫിലോമിന ചേച്ചി സുകുമാരി ചേച്ചിയൊക്കെ ആ പ്രായം കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ കിട്ടും. ഒരു 60 അല്ല ഒരു 60 അത് ഞങ്ങളോടും പറയാറുണ്ട്. പ്രായമില്ല അറിയിക്കുകയാണ് ഇവിടെ പൊതുവെ. ഒരു 60 വയസ്സ് ഞാൻ അതാ കൂട്ടിയത്. ഒരു 60-70 വയസ്സൊക്കെ അതുവരെ ആയുസുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ നേരത്തെ തന്നെ എനിക്ക് ദൈവം ആ ഒരു ഭാഗ്യം തന്നു. അത് വിചാരിച്ച് ദൈവം വരെ തോന്നിപ്പിച്ചു, എനിക്ക് തന്നു. നമുക്ക് കിട്ടി, നമ്മൾ നന്നായിട്ട് അഭിനയിച്ചു, പ്രേക്ഷകർ ഇരു കൈകളുമായിട്ട് സ്വീകരിച്ചു എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക അല്ലേ. അല്ലേ ഈ ആനന്ദം സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ വന്നപ്പം നല്ലൊരു കഥാപാത്രം കിട്ടിയിരിക്കുന്നു. ആദ്യം തന്നെ പറഞ്ഞു വിനീതും ഡയറക്ടറും നന്ദി പറഞ്ഞു. വിനീതാണോ വിളിക്കുന്നത്, എങ്ങനെയാണ്? അല്ല, എന്നെ ആക്ച്വലി ഫസ്റ്റ് വിളിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് വിളിക്കുന്നത്. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ ദിലീപ് മേനൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, വിനീത് ശ്രീനിവാസനാണ് നായകനായിട്ട് വരുന്നത്, അപ്പോൾ വിളിക്കും, പോയി കാണണം. വിനീതേട്ടനാണ്, വിനീതേട്ടൻ ഡയറക്ടറും കൂടെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യണം, ഉറപ്പായിട്ട് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ പോയി മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗം വിനീതേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ആനന്ദത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രൊഡ്യൂസറായിരുന്നു, അപ്പോൾ നമ്മുടെ ബോസാണല്ലോ, അപ്പോൾ എപ്പോഴും ഒരു പേടിയും ഇപ്പോഴും റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. എന്നാലും പക്ഷേ ഒരു എന്താ കുറച്ചും കൂടി ആസ് എ പേഴ്സൺ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ഫിലിമിലൂടെയാണ്. അന്നത്തെ പ്രൊഡ്യൂസിംഗ് ബന്ധം ഇപ്പോഴും തുടരുകയാണ്. അതെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വിശാഖ ആക്ച്വലി ആനന്ദം കഴിഞ്ഞിട്ട് നല്ല ബിസിയായി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ഭയങ്കര ഫാൻസാ വിശാഖ. അത് കഴിഞ്ഞ് മാച്ച് ബോക്സ്, ചങ്സ്, പിന്നെ പുത്തൻ പണം, ഒരുപാട് പടങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മുടെ പടം വിളിച്ച് പറഞ്ഞപ്പോൾ വിശാഖ് ആ സമയം കംപ്ലീറ്റ് മാറ്റി വെച്ചു. നമുക്ക് വേണ്ടി പാപ്പാനായിട്ട് ഉള്ള ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഷൂട്ടിന് വിശാഖ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഷൂട്ടില്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. ദിലീപേട്ടനായിരുന്നു ഇൻഫാക്ട് എൻകറേജ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആനയൊക്കെ ആയിട്ട് പെരുമാറുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ഇവിടെ ആന നല്ല പാവമാണ്, ശാന്തനാണ്, പിന്നെ വേണമെങ്കിൽ കുറച്ച് നാൾ അവൻ്റെ കൂടെ പോയി നിന്നോ, നിനക്ക് ഹെൽപ്പ് ചെയ്യും, രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ശരിക്കും അടുത്ത് ചേർന്നു. പിന്നെ എല്ലാവരും ഈ ആന എവിടെ നിന്നുള്ള? തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ നിന്നുള്ളല്ലേ.
എല്ലാവരുമായിട്ട് ഇണങ്ങി പിന്നെ ഏ? ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ പോയി. ആന വിട്ടുമാറിയപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഫീൽ. സീരിയസ്ലി ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് ഡേ ഞാനും എൻ്റെ ക്യാമറമാൻ ഉണ്ട് ദീപും മാത്രം. അവനിങ്ങനെ നമ്മുടെ ആ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, സെറ്റിൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ അവിടെ പോയി, ഞാനും ദീപും കൂടി മാത്രം പോയി. അപ്പോൾ അവൻ ആ നടുവിലിരുത്തി കുളിപ്പിക്കുക. ശരിക്കും എനിക്ക് പിന്നീട് പ്രതീക്ഷ ഉണ്ട് അവനെ, കാരണം തൃശ്ശൂരാണ്, ഞാൻ എന്തായാലും വീണ്ടും പോയി കാണുമെന്ന്. പക്ഷെ ദീപൊക്കെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ തൊട്ടടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപ് ഭയങ്കര കരച്ചിൽ കണ്ടിരുന്നൊക്കെ സത്യമായിട്ടും ഭയങ്കര. ദീപു എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ്. അത്ര ഇതായിരുന്നു രാവിലെ മുതൽ. അവൻ വേറൊരു എനർജി ആയിരുന്നു നമുക്ക്. നമ്മുടെ ഒരു നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. പ്രത്യേകിച്ച് ആനേനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരുപാട് ദിവസം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം വരും. ഭയങ്കര അനുസരണമായിരുന്നു, സാറ് പറയുന്ന പോലെ കേൾക്കുമായിരുന്നു. ദിലീപിനെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം സീൻ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് ദിലീപ് വരുമ്പോൾ തൊട്ടിപ്പുറത്ത് ആനയും ഉണ്ടാവില്ല, ഞങ്ങളുടെ കൂടെ അഭിനയിക്കുകയാണല്ലോ. അപ്പോൾ ദിലീപ് വന്നു കഴിഞ്ഞാൽ ഉടനെ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കിയിട്ട് ദിലീപിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തൊടും. ഭയങ്കര ഇഷ്ടമാണ്. വിശാഖിനെ വിളിക്കും, ആനങ്ങനെ നിൽക്കലില്ല, വിശാഖ് ഇന്ന് റെഡിയാക്കുന്ന. വിശാഖിന് ഇപ്പം അതിൻ്റെ ഈ പാപ്പന്മാർ യൂസ് ചെയ്യുന്ന ഭാഷ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് അറിയാം വിശാഖിനെ. കംപ്ലീറ്റ് പിന്നെ അത് പഠിക്കാൻ പറ്റി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആനയുടെ ഒന്നാം പാപ്പനായ രാജേട്ടനായിരുന്നു അതൊക്കെ പഠിപ്പിച്ചു തന്നെ. പുള്ളി ഉണ്ടായിരുന്നു സെറ്റിൽ. ഇപ്പോൾ കോൺസ്റ്റൻ്റ്ലി പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരുന്നു കൂടെ എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് ക്രിസ്മസ് ഓർമ്മകളൊക്കെ എങ്ങനെയാണ് ക്രിസ്മസ് ഓർമ്മ? ക്രിസ്മസ് ഓർമ്മ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക മതത്തിലുള്ള ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം പോലെ അല്ലല്ലോ, എല്ലാവരും ആഘോഷിക്കുമല്ലോ. ഇപ്പം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കും. അതൊരു ഡിസംബർ 20 ആകുമ്പോൾ തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ തലേന്ന് കേക്ക് മേടിക്കുന്നതും, അപ്പം ഞങ്ങളുടെ കൂത്തുപറമ്പിൽ ഉള്ളൊരു ബേബി കൂൾബാറൊക്കെ ഉണ്ട്, അവിടുന്ന് ആണ് മിക്കവാറും ഞങ്ങൾ കേക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കേക്ക് മേടിച്ചുകൊണ്ട് വരും, കേക്ക് കട്ട് ചെയ്യും, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് ഓർമ്മയിലുള്ളൊരു ക്രിസ്മസ് എന്ന് പറയുന്നത് ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൻ്റെ സമയത്ത് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഫാമിലി ഉണ്ടായിരുന്നു. എൻ്റെ, അജുവിൻ്റെ, നിവിൻ്റെ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ നോബിളിൻ്റെ, ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് ആ പടത്തിന് അവിടെ ഉണ്ടായിരുന്നത്. ആ ക്രിസ്മസ് നല്ലായിരുന്നു. ഷൂട്ടും സെലിബ്രേഷനും ഒക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ചൊരു ക്രിസ്മസ് ആയിരുന്നു. ഈ കൂടുതലും ക്രിസ്മസ് സമയത്ത് ലൊക്കേഷനിലായിരിക്കുമോ കൂടുതലും സമയങ്ങൾ? അങ്ങനെ ചില സമയത്തൊക്കെ. ഇപ്രാവശ്യം ക്രിസ്മസിന് നമ്മുടെ ആന അലറലിൻ്റെ അതിനോടൊപ്പം ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെയാണല്ലോ മിക്കവാറും തിയേറ്റർ വിസിറ്റ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് ഈ തവണ കേരളത്തിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഈ തവണത്തെ ക്രിസ്മസിന്. അതെ, ക്രിസ്മസിനൊക്കെ ഒത്തിരി പ്രോഗ്രാമിന് പോകാറുള്ളല്ലേ? ക്രിസ്മസ് പ്രോഗ്രാം കുറവാണ് എനിക്ക്. പക്ഷേ എനിക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് ദുഃഖം രണ്ടും കൂടി മിക്സാണ്. കാരണം ക്രിസ്മസിനാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. ക്രിസ്മസിന് ഒരുപാട് സന്തോഷം, കുറച്ച് ദുഃഖം, കുറച്ചല്ല ഒരുപാട് ദുഃഖമുണ്ട്, രണ്ടും കൂടി മിക്സാണ്. ക്രിസ്മസിൻ്റെ അന്നാണ് എൻ്റെ ഉപ്പച്ചി മരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഇത്രയും നല്ലൊരു കഥാപാത്രം ചെയ്തിട്ട് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കാണാൻ ആളില്ല, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സിനിമയിൽ നല്ലൊരു റോള് ചെയ്ത് കാണണമെന്ന്. അത് ഇഷ്ടപ്പെട്ടത് കാര്യസ്ഥൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തപ്പോഴാണ് ഞാൻ, അതാണ് ലാസ്റ്റ് കണ്ടത്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ മോള് ജീവിച്ചു പോകുന്ന എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസിന് എന്നെ അനുഗ്രഹിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ കുറേ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഈ സിനിമയിലെ കഥാപാത്രം, പ്രായം ചെന്ന കഥാപാത്രം എന്ന് പറഞ്ഞു, അതിലൊരു ഡയലോഗ് എന്താണ് പറയുന്നത്? വെട്ടിച്ചതും പറ്റിച്ചതും ചുട്ടുപോകുന്ന വിവരമുള്ളവര് പറയുന്നത് വെറുതെ അല്ല മൊയിലേരെ, ഇളകും. ആ തമ്പിന്റെ കൈക്കോല് വരെ ഇളകും. ഈ വിനീതിനെ പോലെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളെ ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയോ? അല്ലേ, നമുക്ക് ഭയങ്കര സൗകര്യമായിരുന്നല്ലോ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നുണ്ടല്ലേ? നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി ധാരണയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പണികൾ വളരെ കുറവായിരിക്കും. അത് കുറച്ച് മുതലാക്കി കേട്ടോ. ഇല്ല, എനിക്ക് എന്താ പറയുക, ഒന്ന് എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് ഫസ്റ്റ് പടം തൊട്ടുണ്ടായിരുന്ന പ്രജിത്തേട്ടനാണ് വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്തത്. പ്രജിത്തേട്ടൻ്റെ ശിഷ്യന്മാരാണ് ദിലീപും, പിന്നെ ഇതിൻ്റെ റൈറ്റർ ശരത്തും, പിന്നെ ഇതിൻ്റെ അസോസിയേറ്റ് അരുൺ, പിന്നെ അവിടെ ഇരിക്കുന്ന ഇതിൻ്റെ വേറൊരു അസോസിയേറ്റ് രവീഷ്, അവിടെ ഇരിക്കുന്ന ആൾ, അപ്പോൾ ജോബിൻ, എല്ലാവരും പ്രജിത്തേട്ടൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഓൾറെഡി ഇവരെല്ലാവരും നമ്മുടെ ഒരു കൂട്ടുകാരുടെ സ്ഥാനത്താണ്.
ഇപ്പോൾ ദിലീപിനെയൊക്കെ ഞാൻ ആനയുടെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം കാണുന്നത്. പക്ഷേ നമ്മൾ തമ്മിൽ ഈ പ്രജിത്തേട്ടനുമായിട്ടുള്ള കണക്ഷൻ കാരണം നമ്മൾ തമ്മിൽ ഭയങ്കര ഒരു അടുപ്പം വന്നു എല്ലാവരും തമ്മിൽ. ഇപ്പോൾ ശരത്തിൻ്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ ശരത്തിൻ്റെ സ്റ്റോറി ഐഡിയ ആണ് വടക്കൻ സെൽഫിയിൽ ഞങ്ങൾ ശരത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണത്. ശരത്തിൻ്റെ സ്റ്റോറി ഐഡിയ ആയിരുന്നു, അത് മേടിച്ച് ഡെവലപ്പ് ചെയ്തിട്ടാണ് വടക്കൻ സെൽഫി ഞാൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ നേരത്തെ ഒരു കൂട്ടുകെട്ട് തുടങ്ങിയ ഒരു കൂട്ടുകെട്ടായിരുന്നു. ഇതിൻ്റെ അസോസിയേറ്റ് അരുൺ വടക്കൻ സെൽഫിയുടെ അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ നന്നായിട്ട് അറിയാം. എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതല്ലേ? വീണ്ടും ഈ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ എങ്ങനെയാണ്? ആരാണ്? ഷാനാണ് ചെയ്തിട്ടുള്ളത്. ഷാനെ വിട്ടിട്ടില്ലല്ലോ ആരും. അല്ല, ഷാൻ ഇതിൻ്റെ കമ്പോസിങ്ങിൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ജിമിക്കിയുടെ ഒരു സന്തോഷം ശരിക്ക് ഇതിലവൻ കമ്പോസ് ചെയ്ത എല്ലാ പാട്ടിലും ഉണ്ട്. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ട് ഓക്കെ അതിനേക്കാളും നന്നായി അതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു എനർജി ഉണ്ടായിരുന്നു ഷാനിന്. നമ്മൾ ചെയ്ത പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഷാനിന് കിട്ടിയിരുന്നു. അപ്പോൾ പടപടാന്നാണ് അതിൻ്റെ കമ്പോസിങ് കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് ചെയ്തിട്ടുള്ളതല്ലേ. ഇതിൽ എത്ര പാട്ടുകളാണ്? 5 പാട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഷാൻ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10-11 പാട്ട് വരും. ഓഡിയോയിൽ 5 പാട്ടുണ്ട്. 5 പാട്ടുണ്ടായിരുന്നു ആ ചിത്രത്തിലെ ഒരു 2 ലൈൻ. നീയും ഞാനും പ്രേമമെന്ന പാട്ട് നാട്ടിലെങ്ങും പാട്ട്, നീയും ഞാനും പ്രേമമെന്ന പാട്ട് നാട്ടിലെങ്ങും പാട്ട്, തേതാരോ 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 ആരോ ആരോ തേതാരോ 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 ആരോ ആരോ തേതാരോ തേതാരോ തേ അവളാരോ ആരോ തേതാരോ 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 ആരോ ആരോ. ഈ ക്രിസ്മസിന് എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ അത് തന്നെയാണ്. അങ്ങനെ തന്നെ ആകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. സമയം കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ഉള്ളൊരു സമയം കണ്ടെത്തുക. ഫാമിലി ആയിട്ട് വന്ന് കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഈ സിനിമയ്ക്ക് മസ്റ്റായിട്ട് കൊണ്ടുപോകണം. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ആനയും തമാശകളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ അവധിക്കാലം ഞങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കുക. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഒരു ക്രിസ്മസിൻ്റെ ഒരു 2 ലൈൻ പാട്ടോടുകൂടി അവസാനിപ്പിക്കാം. ആര്? ഞാനാ? ആന അലറലോട് അലറൽ. ആന അലറലോട് അല്ല, ഞാൻ ഒറ്റ പ്രാവശ്യമാണ് ആന അലറലോട് അലറൽ. അപ്പം അല്ല, ഒറ്റ പ്രാവശ്യം ഞാൻ പറയാം. എനിക്കൊരു അല്ല, നമ്മൾ പറയുമ്പോൾ ഒന്ന് സ്റ്റേ ഇട്ട് വേണം. ആന അലറലോട് അലറൽ. ഇപ്പൊ തെറ്റിയിട്ടില്ല, ഇപ്പൊ തെറ്റുന്നത്. ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇപ്പൊ 5 പ്രാവശ്യം പറഞ്ഞല്ലോ. ഇനിയിപ്പോ നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കണം. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഈ ക്രിസ്മസ് നാളിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ച ഈ 4 പേർക്കും നന്ദി.